പച്ച പുതപ്പിച്ച പാടശേഖരങ്ങളും നിറഞ്ഞൊഴുകുന്ന അരുവികളും കളകളം പൊഴിക്കുന്ന കിളിനാദവും കേട്ടുണരുന്ന ഒരു ചെറിയ ഗ്രാമം. അതാണ് പുതിയപാറ എന്ന ഈ ഗ്രാമം. എന്നാൽ ഇവിടുത്തുകാർക്ക് ഒരു പ്രശ്നമുണ്ട്. തൊഴിലില്ലായ്മയാണോ? അല്ല. വൈദ്യുതി ഇല്ലായ്മയാണോ? അല്ല. വർഗീയതയാണോ? അതുമല്ല. അതൊന്നുമല്ല ഇവിടുത്തെ പ്രശ്നം. നേരാം വണ്ണം ഒരു കല്യാണം കഴിക്കാൻ വലിയ പാടാ. ഇതിന്റെ പിന്നിലുമുണ്ട് ഒരു കല്യാണം മുടക്കി. എങ്ങനെ നമുക്ക് കൊളാമ്പി പിടിക്കണേ? അതിന്റെ ചെഴുക്കൾ നമ്മൾ അടിച്ചേർപ്പിക്കും. നിങ്ങൾ വല്ലാത്തൊരു സംഭവാട്ടാ. അത് ഇപ്പൊ പറയേണ്ട ആവശ്യണ്ട. നാട്ടുകാർക്ക് ഒക്കെ അറിയില്ലടാ. നമുക്ക് നമ്മളൊരു സംഭവം മാത്രല്ല, ഒരു പ്രസ്ഥാനല്ലേ. ഈ നാട്ടിലെ ഏറ്റവും വലിയ പണക്കാരൻ നിങ്ങൾ തന്നെയാണ്. അറ്റായിക്ക് ഉപ്പകത്ത ഒരു പണ്ടർകട്ടും കളിഞ്ഞു. അന്നോട് നമ്മള് പറഞ്ഞാലടാ തെങ്ങിന്റെ കട മാണ്ടെന്ന്. തെങ്ങിന്റെ കട മാന്തിയാല് നാരായണന്റെ കടയിൽ ഒരു ചായ വാങ്ങിത്തരോ ആചാര്യ? അതിനെന്താ പൊകാളി വെള്ളം കൊടുക്കാത്ത കാരണം ഒരു സുഖമില്ല. ഞമ്മക്ക് രണ്ടാൾക്കും പോയിട്ട് ഒരു ചായ കൂടെ കുടിക്കാം. മോളെ സുഖറാ, എന്റെ മുണ്ട് ഇങ്ങോട്ട് എടുത്തേക്ക്. കോളേജിലൊന്നും പോണില്ല. എന്താ ഇപ്പൊ പറയണേ? ഇന്ന് ഞായറാഴ്ചയല്ലേ? ഞമ്മളതങ്ങോട്ട് എത്ര ആലോചിച്ചില്ല. എന്റെ വീട്ടിൽ ഉമ്മയില്ലാതെ വളർന്നതാ. നന്നായിട്ട് പഠിക്കണം, എന്നെ പോലെ പഠിക്കണം. ടച്ച് നിങ്ങളെ പോലെ മന്ദബുദ്ധി ആവാൻ ഞങ്ങള് പറഞ്ഞു കൊടുക്കണേ. കേക്കണ്ടറ്റിന്റെ മോളെ അന്റെ വാപ്പാക്ക് തലക്ക് പോകില്ല. ആ വീട്ടില് ബാബു വരുന്നുണ്ട്. ഇനി എന്തൊക്കെ കേക്കണം. നമസ്കാരം. ഹായ് നാരായണ. കുട്ടാപ്പിയെ, എന്റെ അടുത്ത് രാവിലെ പറഞ്ഞല്ലോടാ വെള്ളം കൊണ്ടുവരാൻ. ഇജ്ജ് കൊണ്ടുവന്നത് അതിനോട് എത്ര നേരമായിട്ടാ ചായ വെച്ചിട്ട്? ഒന്ന് അടങ്ങടോ, ഇപ്പൊ തരാ. കുടിക്ക. എന്ത് കോപ്പിലെ ചായത്? ആ ചാറാട്ടാ ഒരു നായ ചായ. കുട്ടാപ്പിയേ, ഈ ചായ ഒന്ന് കൊണ്ടു കൊടുക്കറോ. നാരണേട്ടാ എന്താ കാറ്റ്, ഭയങ്കര കാറ്റാ. നിങ്ങളൊന്നും അറിയില്ലേ? അമേരിക്കയിൽ നമ്മളെങ്ങനെ ഇവിടെ അറിയാ? ഭയങ്കര കാറ്റാവും. എന്റെ ബാബോ, ഈ ജാതി വിടലൊക്കെ താങ്ങുമ്പോഴോ സ്വന്തം വീട്ടിലെ കാര്യം അറിയാത്തേ. ഈ നാട്ടിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട് അതൊന്നും പറയാൻ പറ്റില്ല. അന്നെ പണ്ടേ ഇവിടെ നാട്ടുകാര് വിടല് ബാബു എന്നാ പറയുന്നത്. വെളിച്ചം അമ്മ വരും, പോയി കുളിക്കങ്ങായി. ഇതൊക്കെ നാട്ടുകാർ വിശ്വസിക്കും. ഇത് വല്ല ചെറിയ കുട്ടികളോടും പറയടോ. കഴിക്കാനൊന്നുമില്ലേ? നാരണ്ട കഴിക്കാനൊന്നുമില്ലേ? ബാബോ, ഇജ്ജ് പറ്റി കൊറേ അയക്കണല്ലോ. ഇജ്ജ് ആ കായും കൂടെ എടുക്ക്. എന്റെ ബാബോ, ആണക്ക് കടി വേണച്ച ആ ഡെസ്കിന്റെ തലേന്ന് കടിച്ചോ. അലിക്കുട്ടിയെ, അല്ല അലിക്കുട്ടിയെ, ഇജ്ജ് കൊറേ കാലായാലോ പെണ്ണാണെന്ന് തുടങ്ങിയിട്ട്. ഇപ്പോഴൊന്നും ശരിയായില്ലേ? അന്റെ കൈ കൊണ്ടൊരു ചോറ് കിട്ടോ നമുക്ക്? ഒന്നും പറയണ്ടെന്റെ നാരായണേട്ടാ. ഈ ജന്മത്തിൽ എനിക്കിനി പെണ്ണിടുമെന്ന് തോന്നുന്നില്ല. എത്ര കുട്ടികളെ ഞാൻ കാണുന്നു. എല്ലാം നാട്ടിൽ മുടക്കുക. ആ പന്നീനെ എന്റെ കൈ കിട്ടാൻ കാത്തിരിക്കാൻ ഞാൻ.
അതൊക്കെ ശരിയാവന്റെ അലിക്കുട്ടിയെ. അല്ല, നമ്മുടെ ആചാരം കണ്ടില്ലല്ലോ ആ കാലം കൂടെനെ. മൂപ്പരുടെ മോൾക്ക് കല്യാണം നോക്കണ്ടേ, അതിന്റെ ഓട്ടപ്പാച്ചിലായിരിക്കും. ഇങ്ങോട്ട് വരുന്ന സമയം ആവണുള്ളൂ. ഇങ്ങോട്ട് വരാതെ മൂപ്പര് എങ്ങോട്ട് പോവാനാ? നിലത്ത് കല്യാണം മുടങ്ങിയാലും ബിരിയാണി അടിപൊളിയായിരുന്നു. പിന്നെ ഇല്ലടാ പഹയ. ആചാര്യ മോളൊരു അടിപൊളി കുട്ടിയാ. അതെ, നമുക്കതിന് നിക്കായിച്ച് കൊള്ളാറുണ്ട്. എന്താണ് പഹയ നോക്കിക്കൊണ്ടിരിക്കണ്? നാരായണൻ നന്നാക്കിട്ട് ചായ അങ്ങോട്ട് എടുത്താളി. ചേട്ടാ കുട്ടാപ്പി വെച്ചൊരു ചായ അങ്ങോട്ട് എടുക്ക്, നന്നാക്കിട്ട് എടുക്ക്. അപ്പൊ നിങ്ങക്ക് വേണ്ട ആചാര്യ? ഞമ്മക്ക് തന്നെയാടാ, അല്ലാണ്ട് അനക്കല്ല. ഇജ്ജല്ലപ്പ അവിടുന്ന് കുടിച്ചിട്ടല്ലേ നമുക്ക് അവിടുന്ന് വന്ന്. ഇനിയിപ്പൊ എനിക്ക് ചായ. ഇത് പിന്നെ എന്ത് കുന്തത്തിനാണ് കൊണ്ടാക്കണേ ഹംകജി? നേരില്ലാത്ത നിങ്ങളെ ചായ നന്നാക്കി. ചായ ഇതാ കത്തിയതാ, വേണമെങ്കിൽ നന്നാക്കിക്കൊള്ളി. കിന്നാരത്തുമ്പി വേണമെന്നതിന് സമയമില്ല. കൂടുതൽ ഒരു കഞ്ചു ഒരു വിധിയേ. ഒരു വണ്ടി വരുന്നുണ്ടല്ലോ. ഇന്നൊരു പൊറോട്ട ഇറച്ചിയും ചെലവാവൂലോ. ഇതേതാടി വണ്ടി? അത് പ്ലെയിൻ ഡംപ്ലിയുടെ അല്ല, പ്ലെയിൻ ഡംപ്ലിയുടെ എന്ത് പണ്ടാരെങ്കിലായി. പരിചയമില്ലാത്തവരൊക്കെ വരുന്നുണ്ടല്ലോ. നാരനേട്ടന്റെ കാടിവെള്ളം കുടിക്കാനാവും. ആചാര്യ നിങ്ങൾക്കൊരു കോളുണ്ടല്ലോ ആചാര്യ, അത് മാറുന്നാളിട്ടാ. ഞങ്ങളിവിടെ കുത്തിരിക്കി അതപ്പോ ഈ മറ്റേ ഉണ്ണിയാർക്ക് അപ്പട്ടിരിക്കുന്നു. ഞമ്മക്ക് അങ്ങോട്ട് മനസ്സിലായില്ല നിങ്ങളാരാ? ഞാൻ നമ്മളെ ആ പുത്തൻ വീട്ടിലെ റസാക്കില്ലേ, ഓന്റെ മോൻ എന്റെ മോളെ നോക്കിട്ടുണ്ടേ, അതിനായിട്ട് വന്നവിടെ. റസാക്കിന്റെ മകൻ മാഗിതല്ലേ? ഒരു വലിയ തറവാട്ടുകാരാണ്. അതൊരു വലിയൊരു മുന്തിയൊരു ടീമല്ലേ അവര്. ആചാര്യ അത്ര മുന്തിയൊരൊന്നല്ല പോലും. അപ്പൊ ഒരു ചായ എടുത്താലോ? നാരായണോ, 2 ചായ അങ്ങോട്ട് കൊടുത്താളി. നമ്മള് കുടിച്ചിട്ടാ വന്നേക്കണേ. അത് പറ്റില്ല, നിങ്ങൾ കുടിച്ചാ പറ്റൂ. ചായ ഒന്നും വേണ്ട. നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. ഒന്നിങ്ങോട്ട് പുറത്തേക്ക് വരും. എന്ത് കാര്യപത്രമല്ലാത്ത പറയാള്? ആചാര്യ, നിങ്ങളോടൊരു കാര്യം ചോദിക്കാണ്ടായിരുന്നു. നിങ്ങളെ കണ്ടപ്പോ ഞമ്മക്കൊരു മാന്യനാ തോന്നിയേക്കണ്, ഞമ്മളെ പോലെ. അതുകൊണ്ട് ചോദിക്ക, നിങ്ങളെ അടുത്തുള്ള ആ റസാഖിന്റെ ഒക്കെ അല്ലേ ആ മോൻ, എന്താ ഓന്റെ പേര്? വാഹിദ്. വാഹിദ്. ഓന്റെ സ്വഭാവം എങ്ങനെ? അവൻ ഡീസന്റ് ആണ്. കാര്യം പറയണൊന്നും തോന്നരുത്. അവൻ രാത്രി ആവുമ്പോ ഏതൊരു വീടിന്റെ വേലി ആടിയെന്നോ മതിലി ആടിയെന്നോ ഒക്കെ കേക്കുന്നുണ്ട്. പിന്നെ രാത്രി ആവുമ്പോ മൂപ്പര് ചെലപ്പോ ഒന്ന് ലേസം മോന്തണ പരിപാടിയൊക്കെ ഉണ്ട്. നാട്ടുകാര് പറയുന്നുണ്ട് കേട്ടാ. ഇതിപ്പോ ഞമ്മക്കൊന്നും അറിയില്ലേ. അപ്പൊ നിങ്ങൾ ഈ പറഞ്ഞൊക്കെ സത്യാണോ ആചാര്യ? നമ്മളിപ്പോ നിങ്ങളെ കണ്ടിട്ട് നമ്മളങ്ങനെ പറയോ? നിങ്ങൾക്ക് വലിയ ആൾക്കാരല്ലേ, നിങ്ങൾ വേണമെങ്കിൽ കഴിച്ചോളത്തോളി. നമ്മൾക്ക് അത്ര വലിയ നിർബന്ധമൊന്നുമില്ല. അല്ലാ പട്ടല്ലോ അടച്ചോനെ, നിങ്ങളിപ്പോ ഈ നാട്ടിൽ വന്നിട്ട് ഞമ്മളെ കണ്ടത് ഭയങ്കര നന്നായിട്ടോ. നിങ്ങളെ കുട്ടി രസപ്പെട്ട്. ആചാര്യ, നിങ്ങൾ നമ്മളെ രക്ഷിച്ച്. നിങ്ങളെ കണ്ട് നന്നായുള്ളൂ. എന്റെ മോളെ ജീവിതങ്ങൾ രക്ഷപ്പെടുത്തി. എടുക്കടാ വണ്ടി. എന്തൊക്കെ വലിയ വണ്ടിയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ആർക്കാൻ അറിയാം. ആചാര്യങ്ങൾ അതും കളിക്കല്ലേ. എന്തായാലും കുട്ടി എന്റെ വിശേഷം. 50ാമത്തെ പെണ്ണുകാണല്ല, ഇതെങ്കിലും നടക്കും നോക്കട്ടെ. അന്റെ പെണ്ണുകാണ കാരണേ ഇന്റെ പൗഡറും ഇന്റെ ക്രീമാ പോണേ. ഇതങ്ങോട്ട് നടന്നിട്ട് നിനക്ക് ഞാൻ 2 പാക്കറ്റ് മേടിച്ചേരടാ. ഹലോ, ആരാ? അല്ലേ, അന്റെ നാട്ടുകാരും കല്യാണം മുടക്കണ ആരാ അറിയോ? വല്ലതറിഞ്ഞോ? ആ കാലം കൂടെ ആചാരാണ്. നമ്മുടെ ആചാരം? ആ പഹനെ ഈ പണിയെല്ലാം ചെയ്യണേ. നീ പറഞ്ഞ സത്യമാണോടാ? ഇപ്പൊ ശരിയായി തരാം. ഡാ ജോസേ, ആ കരടി ബാസ്കറ്റ് നാളെ പിള്ളേരും കൂട്ടി ഇങ്ങോട്ട് വാടാ. ഈ പുതിയ പാറ ഒരു പണിയുണ്ട്. നെഞ്ചിനുള്ളിൽ നിജാണ്, കൽവിനുള്ളിൽ നിജാണ്,
പാട്ട് പാടി കളിക്കുക നാനക്കടവിടെ ഞമ്മടെ ജീവിതം നായി നക്കി. കണ്ണീരിൽ മുങ്ങി ഞാൻ കൈകൾ പുല്ലിലപ്പടി പുല്ലാണല്ലോ മമ്മദേ. ഇതാരപ്പത് മമ്മദേ? ആരി എന്നിപ്പോ പണിയായി. അസ്സലാമലൈക്കും. അലൈക്കും മുസലാം. എന്ത് പറയണേ? ആരപ്പത്? സുഖാണ്. എന്താ സുഖല്ലേ? സുഖം തന്നെ. അല്ല ഇജ്ജെന്നാ വന്ന്? ഞാൻ ഒരാഴ്ചയായി വന്നിട്ട്. എന്നിട്ടാ ബാഹി എപ്പ ഇങ്ങോട്ട് വരുന്നു? കാര്യം പറയാണ്ടായിരുന്നേ. എന്തപ്പ കനപ്പത്ര വലിയ കാര്യം? ഇജ്ജ് പോയി നനക്കിട്ട ഇപ്പൊ കറുകപ്പത്തൂരിന്റെ 3 സ്റ്റാറിന്റെ വലിയ മൊയിലാളിയായി എന്നൊക്കെ നമ്മൾ അറിഞ്ഞു. ഗൾഫിൽ നിന്ന് വരാത്ത കഴിച്ചും വീശിട്ട് ഒരു പാവക്കുട്ടീനെങ്കിലും കൊണ്ടുപോയത്. ഇപ്പൊ വലിയ സെറ്റപ്പ് ഒക്കെ ആയില്ലോ. എന്താ ആചാര്യ നിങ്ങൾ പറയണ്? അത്രക്ക് വലിയ സെറ്റപ്പ് ഒന്നും ഇല്ലാട്ടോ. നാട്ടിലുണ്ടെങ്കിൽ ഓടി വരില്ലേ ഞാൻ ആചാര്യ കാണാൻ? അത് ശരിയാ, ആചാരില്ലെങ്കിൽ പുതിയ പാറ അങ്ങാടി ഇല്ല. ഇപ്പൊ ഭയങ്കര പണക്കാരനൊക്കെ ആയില്ലേ? ഞാനിപ്പോ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാ. പറയ ഇപ്പൊ എന്താ എനിക്കൊരു കുട്ടീനെ വേണേ. പടച്ചോന് എത്ര ഉള്ള കാര്യം? ഇപ്പൊ ഈ നാട്ടില് കണ്ടമാനം കുട്ടികളുണ്ടല്ലോ. ഉണ്ട്, എനിക്ക് അങ്ങനെ സ്വത്തും മുതലൊന്നും ആവശ്യമില്ലേ. കുട്ടീനെ വേണേ. അത് ശരി, സ്വത്ത് മൂലമൊന്നും എനിക്ക് വേണ്ട. അതൊക്കെ എന്റെ കയ്യിലുണ്ടല്ലോ ആവശ്യത്തിന്. ആചാര്യ നിങ്ങൾക്ക് അറിയോ, പുതിയ പാറ എസ്റ്റേറ്റ് മുയിമപ്പ ഈ സമീറിന്റെ കയ്യില. നിങ്ങളോട് പറഞ്ഞ നടക്കുന്ന എനിക്കറിയാം, അതുകൊണ്ടല്ലേ ഞങ്ങളെ ഓടി വന്നത്. പുന്നാര മോനെ ജമീറെ, അന്റെ ഒക്കെ കാര്യമില്ലാതെ നമ്മൾ ഇടപെടാണ്ടിരിക്കോ? അത് നമ്മളേറ്റു. അതും കലക്കി. അതും കലക്കി. മോളെ സൂറ, ആ ഇജ്ജൊരു ഗ്ലാസ് വെള്ളം കണ്ട് എടുത്താ. ഹലോ, No, I am busy now. I will there at maximum fast. Okay? എന്റെ കളിക്കൂട്ടുകാരി ഇത്ര വലുതായോ? സുന്ദരിയാണല്ലോ. താങ്ക് യു. ഹലോ, you just wait there. Please hold. I will come. അല്ല പാ പെൺകുട്ടി തേങ്ങണം. എന്തപ്പ ഈ പഹയന്മാരുടെ പോക്ക്? ഇത് എന്ത് പോക്കത്? അയ്യോ, നാരായണേട്ടാ, നിങ്ങളുടെ നാക്കൊരു കരിനാക്കണല്ലോ. ഇനിയിപ്പോ ഈ അതും കൂടി പറഞ്ഞുണ്ടാക്കിക്കോ. അപ്പൊ 200 ലൈക്കയിലും ഞാൻ വാങ്ങൂടാ. അയ്യോ, ഹലോ സൂറ, ക്ലാസ് കഴിഞ്ഞ് വരികയാണോ? എന്താ ഈ വഴിക്ക്? ഒന്നുമില്ല, ഞാൻ നിന്നെ കാണാനായിട്ട് വന്നതാ. മറന്നോ നീ? ആ ഞാൻ മറന്നിട്ടൊന്നുമില്ല. സുന്ദരി കുട്ടി ആയിട്ടുണ്ട് കേട്ടാ. 20 ലക്ഷം ഈ നമ്പറിൽ വിളിക്കുവോ നീ? ഈ മേലെ എഴുതിയിട്ടുള്ളത് എന്റെ പേഴ്സണൽ വിളിക്കാം. നമ്പറാ. അതിൽ വിളിച്ചാ മതി കേട്ടോ. വിളിക്ക്, ഞാൻ കൊണ്ടുവിടട്ടെ. വേണ്ട കേട്ടോ, ഞാൻ പോവാ. മണി കതറേ മാറിക്കടാ. അയ്യന്റെ അമ്മു, ആരാടാ പുതിയ പാറ ചെക്കന്മാർ കല്യാണം കൊടുക്കണ? ആരാന്ന് പറ. നീടാ പന്നിയുടെ മനെ പൊക്കിയെടുക്കണം. ആരണ്ടവിടെ കല്യാണം മുടക്കിയോളൂ. കംപ്ലീറ്റ് പൊളിച്ചെടുക്കടാ. പൊളിക്കടാ, പൊളിക്കടാ.
മഹന്മാരെ വേണ്ട വേണ്ടെന്ന് വെച്ചിട്ടായിരുന്നു നമ്മളെ നിലത്തിറക്കി നമ്മൾ കാണിച്ചു തന്നിരുന്നു. എന്താ മമ്മതെ നല്ല മൊഞ്ചായിട്ടുണ്ടല്ലോ. നമ്മളെ ആചാര മോളെ കല്യാണല്ലേ, നാളെ മൊഞ്ചുള്ള കുട്ടികളൊക്കെ വരാനേ നമ്മക്ക് നോക്കുന്നുണ്ട് കല്യാണം. എന്നാ ഈ ഗ്ലാസ് വെച്ച് നോക്കിയേ. ആ അവിടെ അത് രസായിണ്ട്. ആ ഉസാറായിണ്ട്. ആ നല്ല മൊഞ്ചായിട്ടാ. ഇത് ഞാൻ ഇപ്പൊ ഓർന്നേരട്ടാ. ആയിക്കോട്ടെ, ഇഷ്ടപ്പെട്ടാ മതിയായിരുന്നു. ഇക്ക എന്റെ കല്യാണം ഉറപ്പിച്ചു. ഞാൻ എന്തപ്പോ ചെയ്യാ? കടിച്ച് ഫോൺ ചെയ്യണ് താന്തലതരം കാണിച്ചാണ്ടല്ലോ. ഉപ്പച്ചി ഫോൺ. അവന്റെ കല്യാണം ഉറപ്പിച്ചടി അവിടെ നിന്നോളണം. പേര് ദോഷം കഴിപ്പിച്ചാണ്ടല്ലോ എന്നെ നമ്മള് ആചാരേ ഈ വലിയ കുളം എന്റെ തലയിലാ കയറ്റി വെച്ചോ. എവിടെയെങ്കിലും കൊണ്ടുവെക്കണത്? ഇതൊരു കല്യാണ വീടാണ്. ആരെങ്കിലും തട്ടി തടഞ്ഞു വീഴും. പോടാങ്ങട്. ഞാൻ വിടാഞ്ഞ മതിയായിരുന്നു പതിരിങ്ങളെ. ഹലോ, എന്റെ കുട്ടിയുടെ കല്യാണം മുടങ്ങിന്നോ? എന്താ നിങ്ങള് പറയണ്? അർച്ചോനെ, എന്റെ കുട്ടിയോട് ഞാൻ എന്താ പറയാ? സൂര ഇജ്ജ് പേടിക്കണ്ട, അന്റെ കല്യാണം മുടങ്ങിക്കണ്. ഇക്ക എന്ത് സൂറ? ഇക്ക എന്റെ കല്യാണം മുടങ്ങി. സത്യമാണോ സൂറ നീ പറയണേ? നീ വരുന്ന എന്റെ കൂടെ? ഞാനതാ പുറത്തുണ്ട് സൂറ, വേഗം വാ. ദാ വരണു ഇക്ക. നീ വരുന്ന എനിക്കറിയായിരുന്നു. പോവാം. മമ്മത് കണ്ടു തോന്നുന്നു. ഇത് സ്വപ്നാണോ ഇക്ക? ആചാരേ ആചാരേ നമ്മളെ സൂറ സമീറിനെ ഇപ്പൊ ഒളിച്ചോടി. എന്താണ് നമുക്ക് ഈ പറയുന്നേ? വാടാ, എന്റെ കുട്ടീനെ കൊണ്ടേ കുമാരനെ വെറുതെ വിടൂല. അല്ല ആചാരങ്ങൾ ബേജാറാവണ്ടെന്ന് മുണ്ടാണ്ടിക്കുന്നു. നമ്മുടെ കുട്ടീനല്ല ഒരു തട്ടിക്കൊണ്ടുപോയത്. ആ വരുന്നട ആചാര്യ ആളെയും കൂട്ടിട്ട് കോഴിക്കോട് എന്തീ കാണിക്കണേ? നിങ്ങളെ കാലം കൂടെ ചോദി പൂത്താന്റെ കള്ള കുടിക്കുന്നു. ഇനി മേലായിക്ക് ഇനി മേലൊക്കെ നീ വല്ല കല്യാണം മുടക്കി നമ്മളിവിടെ ഓരമ്മളിപ്പ ശരിയാക്കും. ഹലോ, നമ്മളെ വിടറാ, നമ്മളിപ്പ ശരിയാക്കോനെ. ശരിക്കും പിടിക്ക്. അല്ല പിന്നെ പൂരം കഴിഞ്ഞിട്ടാ വെടി വെക്കുന്നത്. ഇപ്പൊ എന്തായി ആചാര്യ? നാട്ടുകാരെ കല്യാണം മുറിക്കല്ലേ നിങ്ങൾക്ക് കിട്ടിയില്ലേ? ഇതെന്റെ രാജിക്കത്ത്. നിങ്ങൾ എന്റെ കല്യാണം മുടക്കും. ഗുഡ് നൈറ്റ്, പിന്നെ കാണാം. ആ ആചാരേ, നിങ്ങൾ ഒരുപാട് പെൺകുട്ടികളെ കണ്ണീന്റെ ഫലം പോയി അനുഭവിക്കണ്. നല്ലൊരു മനുഷ്യനായിട്ട് നിങ്ങൾ ജീവിക്കാൻ നോക്ക്. ഉപ്പ കാരണം ഇനി എനിക്കൊരു നിക്കാഹ് നടക്കുന്നു തോന്നുന്നില്ല. അതുകൊണ്ട് ഞാനായിട്ട് തന്നെ ഒരാളെ കണ്ടെത്തിയിട്ടുണ്ട്. ഇനി എന്റെ ജീവിതം ഇക്കാന്റെ കൂടെയാ. അതുകൊണ്ട് ഞാൻ പോവാ.
വായിക്കാം. മോളെ സൂറ പാന വിട്ട് പോലടി.